Morning, Miss. Good morning. Good morning. Okay, start ചെയ്യാം. 6th chapter ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നേ അല്ലേ? Yes. 6th chapter ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, HMIS. And also in that അതില് നമ്മള് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ്. എന്തൊക്കെയാണ് പേഷ്യന്റ് റെക്കോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പോയിന്റ് ഒക്കെ പറഞ്ഞു. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ വിച്ച് ഈസ് റെക്കോർഡഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓർ അഡ്മിഷൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിഷന്റെ സമയത്ത് അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷന്റെ സമയത്ത് ആ ഒരു സ്ഥലത്ത് വെച്ച് അവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്, അതാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ. ഇൻഫോർമേഷൻ വിച്ച് ഈസ് കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓർ അഡ്മിഷൻ. അതാണ് എന്ന് വെച്ചാൽ ആ പേഷ്യന്റിനെ അറിയാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ പേര്, അഡ്രസ്, അതുപോലെ ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആണോ അല്ലയോ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആണെങ്കിൽ തന്നെ അവരുടെ പോളിസി ഹോൾഡർ നമ്പർ, അതുപോലെ തന്നെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റുകൾ, പിന്നെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഓൾ ദീസ് തിങ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബ്ലം ലിസ്റ്റ്. ദാറ്റ് മീൻസ് എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലം, എന്താണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ആ ഒരു രോഗിക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നേ, ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൽനെസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആൻഡ് ഓൾസോ അതുമായി ബന്ധപ്പെട്ട് വാട്ട് ഓൾ ഓപ്പറേഷൻസ് ഹാവ് ബീൻ ഡൺ ടു ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്, ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം അതിനകത്ത് പ്രോബ്ലം ലിസ്റ്റിൽ വരും. അപ്പൊ ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഒരു ദിവസം വന്നു, 2 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു പോയി, ആ ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു സിംഗിൾ എപ്പിസോഡിൽ മാത്രം അടങ്ങുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യന്റിന്റെ രോഗങ്ങളെ കുറിച്ച് മാത്രമല്ല പ്രോബ്ലം ലിസ്റ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂം ഓഫ് കെയർ, പിന്നീട് കൊടുക്കുന്ന കണ്ടിന്യൂറ്റി ഓഫ് കെയറിനകത്തുള്ള എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൽനെസ് കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടെണ്ണം പറഞ്ഞതല്ലേ? പേഷ്യന്റ് റെക്കോർഡ്, കണ്ടന്റ്സ്, പ്രോബ്ലം ലിസ്റ്റ് വരെയാണ് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, നെക്സ്റ്റ് കണ്ടന്റ് ഈസ് മെഡിക്കേഷൻ റെക്കോർഡ് ആണ്. മെഡിക്കേഷൻ റെക്കോർഡ് ഈസ് ഓൾസോ നോൺ ആസ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നും അതിന് പേരുണ്ട്, മെഡിക്കേഷൻ റെക്കോർഡിന് MAR. എന്തായിരിക്കും ഈ ലിസ്റ്റിൽ ഉണ്ടാകുക? ഈ റെക്കോർഡ് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം? പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് അല്ലെ, അതായത് പേഷ്യന്റിന് സബ്സിക്വന്റ് ആയിട്ട് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു അല്ലെ, ആ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തത് തന്നെയാണ് ഒബ്വിയസ്ലി മെഡിക്കേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കാം. ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് സം മെഡിക്കേഷൻസ് വിച്ച് ഹാവ് ബീൻ അലർജിക് ടു ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റിന് ഏതെങ്കിലും രീതിയിലുള്ള ആ മെഡിക്കേഷൻ റെക്കോർഡിൽ ഇത് ഉണ്ടായിരിക്കും. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില മെഡിസിൻസ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ നേരത്തെ എന്തെങ്കിലും അലർജി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നെക്സ്റ്റ് ടൈം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ഇൻഫോം ചെയ്യും ഡോക്ടേഴ്സിനെ അല്ലേ, ഇന്ന മെഡിസിൻ അല്ലെങ്കിൽ ഇന്ന കണ്ടന്റ് ഉള്ള മെഡിസിൻ എനിക്ക് അലർജിയാണ് എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. അത് പറയും, കാരണം എന്താ, ഒരു പ്രാവശ്യം നമ്മൾ അനുഭവിച്ചതാ, വീണ്ടും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളത് പറയും, ഇൻഫോം ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഓൾറെഡി അവരുടെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിന്റെ ഏറ്റവും മുഖത്തിലൊക്കെ അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇന്നത് അലർജി എന്നുള്ളത്. എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ് ഞാൻ, അതുകൊണ്ട് ഞാനത് പറയാറുള്ളതാണ്, ഞാനും പറയുന്നത് നിങ്ങളോട്. കറക്റ്റ് ആണത്. അപ്പൊ എനിക്കും എക്സ്പീരിയൻസും ഉണ്ട്. കാരണം പെൻസിലിൻ കണ്ടന്റുള്ള ചില മെഡിസിൻസ് ഒന്നും എനിക്ക് പറ്റില്ല. അപ്പൊ നമുക്കതിന് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഉപയോഗിച്ചപ്പോ
പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലൈഫ് പോയിന്റിൽ നമുക്കറിയാം ചില സമയത്തുണ്ടാകുന്ന നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ എന്താ പറയാ ചില മരുന്നുകളെ റിയാക്ട് ചെയ്യും അതുമായിട്ട്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില എന്താ പറയാ ബുദ്ധിമുട്ടുകൾ തോന്നും. എന്താ പറയാ നമുക്ക് കയ്യൊക്കെ ഇങ്ങനെ ചുമന്ന് അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ പെൻസിലിൻ കണ്ടന്റ് ഉള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് നമ്മൾ ഈ ചുമയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന ആന്റിബയോട്ടിക് ഇല്ലേ, അമാക്സിലിൻ ഒക്കെ പോലെയുള്ളത്, അത് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ പെട്ടെന്ന് അത്രയും നാളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരിടയ്ക്കാണ് അങ്ങനെ പെട്ടെന്ന് വന്നത്. നമുക്ക് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ചൊറിയ പോലെ തോന്നും, പക്ഷെ തടിക്കൊന്നുമില്ല, ചുമന്ന് നിൽക്കാനോ ഇരിക്കാനൊക്കെ പറ്റാത്തൊരു കണ്ടീഷൻസിലേക്കൊക്കെ പോയി. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഹോസ്പിറ്റലിൽ. അപ്പൊ തന്നെ വീണ്ടും പോകേണ്ടി വന്നു. പോയി കഴിഞ്ഞപ്പോ മനസ്സിലായത് ഒരു അലർജിക് ആയിട്ടുള്ള കണ്ടന്റുള്ള മെഡിസിൻ കഴിച്ചതുകൊണ്ടാണ്. സോ പിന്നീട് എപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ഡോക്ടറോട് രോഗം പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞു വെക്കും. സോ ദാറ്റ് അവരെന്ത് ചെയ്യും, അവരത് അവരുടെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിൽ പൊക്കത്തിൽ എഴുതും. ഓക്കെ, അപ്പൊ മെഡിക്കേഷൻ റെക്കോർഡ്സിൽ ഈ പറയുന്ന കാര്യം കൂടി ഇൻക്ലൂഡഡ് ആണ്. മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ അലർജിക് മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഡോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അതിനകത്ത് അത് കാണാൻ പറ്റും. നഴ്സിംഗ് പേഴ്സണൽസ് ആണ്, അതായത് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്കാരാണ് എന്ത് ചെയ്യുക, ഫോർ ഡോക്യുമെന്റിങ് ആൻഡ് മെയിൻറ്റെയിനിങ് മെഡിക്കേഷൻ ഇൻഫർമേഷൻ, മരുന്നുകളുടെ ഇൻഫർമേഷൻ ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് അക്യൂട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൃത്യതയോടെ സൂക്ഷിക്കേണ്ട ആളുകളാണ് നഴ്സിംഗ് പേഴ്സണൽസ്. ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് മെഡിക്കേഷൻസ്. മരുന്നുകൾ കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നഴ്സിംഗിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഫിസിഷ്യൻ എന്താ പറയാ എഴുതി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് ആയിരിക്കും ഈ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അപ്പൊ അതൊക്കെ കൃത്യതയോടെ ഡോക്യുമെന്റ് ചെയ്യേണ്ടതൊക്കെ നഴ്സിംഗ് പേഴ്സണൽസിന്റെ ഉത്തരവാദിത്വത്തിൽ ഉള്ളതാണ്. ഓക്കെ, അതാണ് മെഡിക്കേഷൻ റെക്കോർഡ് സംബന്ധിച്ച ഡീറ്റെയിൽസ്. പേഷ്യന്റിന് ഉണ്ടാകുന്ന മറ്റൊരു ലിസ്റ്റാണ് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന, പേഷ്യൻസുകളെ സംബന്ധിക്കുന്ന മറ്റൊരു പേഷ്യന്റിന്റെ റെക്കോർഡ് കണ്ടക്ട് ആണ് മെഡിക്കേഷൻ റെക്കോർഡ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒന്ന് സെന്റൻസ് വേഗം അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കേഷൻ റെക്കോർഡ്, സംടൈംസ് ഓൾസോ കോൾഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ആ സെന്റൻസ്, MAR വരെ. പിന്നെ അതിന്റെ കൂടെ തന്നെ അടുത്ത രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദിസ് റെക്കോർഡ്, ഈ ദിസ് റെക്കോർഡ് എന്ന് പറയുന്നത് മെഡിക്കേഷൻ റെക്കോർഡ്. ലിസ്റ്റ് മെഡിസിൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ആൻഡ് സബ്സിക്വന്റ്ലി അഡ്മിനിസ്ട്രേറ്റഡ് ടു ദ പേഷ്യന്റ്. It often also includes any medication allergies the patient may have. അത്രയും വരെ അണ്ടർലൈൻ ചെയ്യുന്നത്. ആ 4 വരിയിൽ കിടക്കുന്ന 3 സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്തോ? അടുത്ത സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. നഴ്സിംഗ് പേഴ്സണൽ ആണ്. ആരാണ് ഇതിന് ഈ പറയുന്ന മെഡിക്കേഷൻ റെക്കോർഡ്, മരുന്നുകളുടെ ഒക്കെ റെക്കോർഡുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ചോദിക്കാം. അപ്പൊ നഴ്സിംഗ് പേഴ്സണൽ ആണ്. ആ സെന്റൻസ് മതി, ഇവിടെ വരെ മതി. അക്യൂട്ട് കെയർ സെറ്റിംഗ്സ് വരെ മതി. അപ്പൊ 4 സെന്റൻസുകളാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? Yes. Next one, history and physics അല്ല, physics ഇത് എന്താ പറയാ, ഒരു രോഗിയുടെ എന്താ പറയാ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക് എന്ന് മതി. അവിടെ ഫിസിക്സ് അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് മീൻസ് അവരുടെ ആരോഗ്യ എന്താ പറയാ ശരീരഘടനയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, അതാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഫിസിക്സ് എന്ന് വേണ്ട. അപ്പൊ ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്സ്, എന്താണ് ഇതിനകത്ത് ഉണ്ടാകുക, മേജർ ഇൽനെസ്, ആ രോഗിയുടെ പ്രധാനപ്പെട്ട രോഗം എന്താണ്, ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർജറീസും മറ്റു പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസീസ്. ഇപ്പൊ ചില രോഗങ്ങളുമായിട്ട് ചെല്ലുമ്പോഴേ ഡോക്ടേഴ്സ് ചോദിക്കാറില്ലേ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയേ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് അല്ലെ, രോഗം ചോദിക്കും. ആസ്തമ, ശ്വാസമുട്ടൊക്കെ ആയിട്ട് വരുമ്പോ, ഇപ്പൊ ചുമയൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും അത് ശ്വാസമുട്ടൊക്കെ ആയിട്ട് മാറും. പക്ഷെ എങ്കിലും അവർ ചോദിക്കും അല്ലെ, വീട്ടിൽ ആർക്കെങ്കിലും ശ്വാസമുട്ട് ഉണ്ടോ, അല്ലെങ്കിൽ പഴയ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടോ. സോ സച്ച് ഇൻഫർമേഷൻസ്, അതെന്ന് പറയുന്ന ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററിയാണ്. നേരത്തെ വന്നിട്ടുണ്ടോ, ചെറുതിലെ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ശ്വാസമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി
ഹിസ്റ്ററി അത് ചോദിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയാണ് കേട്ടോ ചോദിക്കാം. അത് പിന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹാബിറ്റ്സ്, നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ചില ഹാബിറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗമുണ്ട്. ഇന്നത് പതിവായി ചെയ്യുന്നത് കൊണ്ട് ചില രോഗങ്ങൾ അല്ലെ, പതിവായി പുകവലിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അപ്പൊ അതൊരു രോഗമായി മാറുന്നത്. അപ്പൊ മാത്രമല്ല കറന്റ് മെഡിക്കേഷൻസ്, ഇപ്പൊ എന്തൊക്കെ മരുന്നുകൾ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ റെക്കോർഡ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ശാരീരികമായിട്ടുള്ള ഹിസ്റ്ററി സംബന്ധമായുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന റിപ്പോർട്ടും ഹോസ്പിറ്റൽസിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഉൾപ്പെടുന്നത് മേജർ ഇൽനെസ്, രോഗിയുടെ പ്രധാനപ്പെട്ട രോഗം, അതിപ്പോ ഉള്ളത്, നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസീസ്, പേഷ്യന്റിന്റെ ആ വീട്ടില് അല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരം ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററി അതുണ്ടോ, പേഷ്യന്റ് ഹെൽത്ത് ഹാബിറ്റ്സ്, പിന്നെ കറന്റ് മെഡിക്കേഷൻസും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ആ ഇൻഫോർമേഷൻസ് ഹു വിൽ പ്രൊവൈഡ് ബൈ ദ പേഷ്യന്റ്. സാധാരണ ഈ ഒരു ഇൻഫോർമേഷൻസ് എന്താ പറയുക ഹോസ്പിറ്റൽസ് കളക്ട് ചെയ്യുന്നത് ഐദർ ഫ്രം ദ പേഷ്യന്റിൽ നിന്നാകാം, അല്ലെങ്കിൽ someone acting for the patient, പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളിൽ നിന്നാകാം. ചിലപ്പോൾ കൊണ്ടുപോകുന്ന പേഷ്യൻസിനോട് എന്നെ നേരിട്ട് ചോദിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലാണെങ്കിൽ, സിറ്റുവേഷനിലാണെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കും. അതർവൈസ് കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആരൊക്കെയാണോ അവരോടായിരിക്കും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ദാറ്റ് ദ ഫിസിഷ്യൻ ക്യാൻ ഡോക്യുമെന്റ് ഓൾ ദീസ് തിങ്സ്. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഫിസിഷ്യൻസ് അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവരത് ഡോക്യുമെന്റ് ചെയ്യുന്നു. അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എൻകൗണ്ടർ എന്ന് വെച്ചാൽ വന്ന് രോഗിയെ കാണുന്ന അവിടെ നിന്ന് തുടങ്ങി ട്രീറ്റ്മെന്റിന്റെ ആ ഒരു എപ്പിസോഡ് വരെയൊക്കെ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ചോദിച്ചത് വീണ്ടും ചോദിക്കുകയല്ല കേട്ടോ. പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴായിരിക്കും അവരിപ്പോ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നടത്തി, ആ ടെസ്റ്റ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും ഇൻഫോർമേഷൻ പേഷ്യന്റിനെ ചോദിക്കാൻ വേണ്ടി വരിക. അപ്പൊ അന്നേരം ചോദിക്കുന്നു. ഓക്കെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഉടനീളം പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ഇൻഫോർമേഷൻസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ റെക്കോർഡ്സ്. ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇത്തരം റെക്കോർഡുകൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് മാത്രമല്ല, ദേ ഓൾസോ റെക്കോർഡ് ദെയർ ഫൈൻഡിങ്സ്. ആ ഒരു പേഷ്യന്റിൽ നിന്നും കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ, ആളിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാൻ ഇന്ന എന്തെങ്കിലും രോഗമായിട്ട് ചെല്ലുന്നു, ഫസ്റ്റ് സ്റ്റേജിൽ ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈ സിറ്റുവേഷൻ, മൈ ഇൽനെസ് ഈസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോസ് ഓഫ് മൈ ഇൽനെസ്, എന്റെ രോഗം എന്താണ്, രോഗത്തിന്റെ കാരണം എന്താണ്. ആദ്യം ചിലപ്പോൾ കണ്ട മാത്രയിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ വിൽ ഗോ ഫോർ സം ടെസ്റ്റ്. അപ്പൊ എന്നോട് പറയും ഇങ്ങനെ ഇന്ന ടെസ്റ്റ് നടക്കണം, ഇന്ന ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആഫ്റ്റർ ഫൈൻഡിങ് ദ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റ്, ഈ ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും എനിക്ക് ഇന്നതിന്റെ ഒരു രോഗമാണ് എന്നുള്ളത് അവർ കണ്ടെത്തുക. സോ അതെന്ത് ചെയ്യും, അത് കണ്ടെത്തി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിക്കളയണം. അല്ല, ആ റെക്കോർഡുകളെല്ലാം, ആ കണ്ടെത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് അടക്കമുള്ള ഫൈൻഡിങ്സും അതിന് ഡോക്ടർ എന്താണോ അടുത്ത ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ദേ കൻ യൂസ് ഇറ്റ് ഫോർ കണ്ടിന്യൂഡ് ട്രീറ്റ്മെന്റ്. വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴൊക്കെ ഇവർക്ക് ഈ റെക്കോർഡുകൾ അവരെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോ they can also make the it will be recorded the progress notes. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, രോഗിക്ക് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കിട്ടി, പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഈസ് ദ പ്രോഗ്രസ് ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ സ്ഥിതിഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, നേരത്തെ കൊടുത്ത ട്രീറ്റ്മെന്റിന് കുറച്ചുകൂടി കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രോഗ്രസ് വരില്ല. അപ്പൊ ആ പ്രോഗ്രസ് നോട്ട്സ് ഒക്കെ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇറ്റ് വിൽ ഹെൽപ്പ്. ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമുക്ക് സാധാരണ ഗതിയിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ കണ്ടീഷൻ ആണ്. ഫിസിക്സ് എസ് മാറ്റിയിട്ട് CAL എന്നടിയോ. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ എന്താന്ന്? യെസ്, എന്നാ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The history component of the report describes any major illness and surgeries the patient has had. ഇപ്പോൾ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്നത്. Any significant family history of disease, patient health habits and current medications. അവിടെ വരും, അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ?
ഇനി ഈ ഇൻഫോർമേഷൻസ് ആരാ പ്രൊവൈഡ് ചെയ്യണേന്നും അടുത്ത സെന്റൻസ് പറഞ്ഞത് ഇൻഫോർമേഷൻ ഫോർ ദ ഹിസ്റ്ററി പ്രൊവൈഡഡ് ബൈ ദ പേഷ്യന്റ് ഓർ സംവൺ ആക്ടിങ് ഓൺ ഹിസ് ഓർ ഹെർ ബിഹാഫ്. ആ പേഷ്യന്റ് ആണാവോ പെണ്ണാവോലോ, അതുകൊണ്ടാണ് അവിടെ ഹിസ് ഓർ ഹെർ ബിഹാഫ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ പേഷ്യൻസോ ആയിരിക്കും ഈ പറയുന്ന ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. അത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ആൻഡ് ഈസ് ഡോക്യുമെന്റഡ് ബൈ ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഓർ ദ അതർ care provider at the beginning or immediately prior to the encounter or treatment episode. ആ ഡോക്ടർ ആ രോഗിയുമായിട്ടുള്ള എൻകൗണ്ടർ, അവരുടെ ആ ഒരു ഫസ്റ്റത്തെ കൂടിക്കാഴ്ചയുടെ സമയം മുതൽ ട്രീറ്റ്മെന്റ് ഉടനീളം എത്ര നേരം ആ ഒരു എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നു അതുവരെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത് പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് അത് കളക്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഫിസിഷ്യൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് സെന്റൻസിന്റെ അർത്ഥം. സെന്റൻസ് വൈസ് അർത്ഥം നമ്മൾ പറയുന്നില്ല, കാരണം ഇതൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സെന്റൻസിന്റെ അർത്ഥം ഒന്നും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ദെൻ അടുത്തത് രണ്ട് സെന്റൻസ് ഉള്ളു. പക്ഷെ രണ്ട് സെന്റൻസിൽ കുറച്ച് വലിയ നീട്ടമുള്ള സെന്റൻസ് ആണ്. നീട്ടമുള്ള സെന്റൻസിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതകളുണ്ട് കേട്ടോ. അപ്പൊ medication record, physical and history reports of patients. Okay, next one. അപ്പൊ നമ്മൾ തൊട്ട് മുതലിൽ പറഞ്ഞു എന്താ പറയാ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് they can make progress എന്താ പറയാ documents or informations, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ആ ഒരു ഇൻഫോർമേഷൻസും കൂടി കളക്ട് ചെയ്ത് അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ പേഷ്യൻസിന് കൊടുക്കുന്ന അവരുടെ ടെസ്റ്റിങ്ങിന്റെ മറ്റു ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് they can assess according to the progress notes. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു? റീഅസസ് ചെയ്യുന്നു, പേഷ്യന്റിനെ വീണ്ടും നോക്കുന്നു, പരിശോധിക്കുന്നു, വിലയിരുത്തുന്നു, എന്നിട്ട് പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രോഗ്രസ് നോട്ട് എന്താണെന്നാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ക്ലിയർ ആയോ? അടുത്തതാണ് പ്രോഗ്രസ് നോട്ട്, അവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് എന്താണ് പ്രോഗ്രസ് നോട്ട്? പ്രോഗ്രസ് നോട്ട് ഈസ് മെയ്ഡ് ബൈ ദ ഫിസിഷ്യൻ അല്ലെങ്കിൽ നഴ്സസ്, തെറാപ്പിസ്റ്റ്, ഇവരെല്ലാവരുമാണ്. പിന്നെ മാത്രമല്ല ഇൻ ഹോസ്പിറ്റൽ നൗ വേർ വി ക്യാൻ സീ MSW, അതായത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അവര് അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾ ആരൊക്കെയാണോ കെയറിംഗ് ദ പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിങ്ങിനകത്ത് ആ ഒരു എന്താ പറയാ ടീമിനകത്ത് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രസ് നോട്ട്സിൽ വരും. പേഷ്യന്റ് വന്നപ്പോ ഏത് സ്ഥിതിയായിരുന്നു, പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റിലീവ് ചെയ്യുന്ന സമയത്ത്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ സ്റ്റേജ്, ഇപ്പോഴത്തെ അവസ്ഥ എന്തെയാണ്, ഇതൊക്കെ അങ്ങനെ ഓരോ ദിനം പ്രതി ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആണ്. സോ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഈച്ച് പ്രൊവൈഡർ ആരൊക്കെയാണോ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടന്റ് ഓഫ് ദ നോട്ട്സ്. അവർ ഓരോരുത്തരും കൊടുക്കുന്ന കണ്ടന്റിന് അവർ ഉത്തരവാദികളാണ്. അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു സ്റ്റാഫാണ്, എന്നിൽ നിന്ന് കുറച്ച് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരം കളക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് കൃത്യതയോട് കൊടുക്കണം, അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ ഒന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? അത് കൃത്യമായിട്ട്, അതായത് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും വീണ്ടും ഒരു അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ എന്തെങ്കിലും ആ രോഗിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്പോൺ മീ. ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത ആളിലേക്കായിരിക്കും അത് വരിക. അതുകൊണ്ട് തന്നെ കൃത്യമായി അക്യൂട്ട് കെയർ കൊടുത്ത് കൃത്യമായ രീതിയിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തന്നെ അവർ കൊടുക്കണം, പ്രോഗ്രസ് നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ ഒബ്സർവേഷൻസ്. കണ്ടോ, ഇപ്പൊ എന്നെ ശുശ്രൂഷിക്കുന്നു, ഡോക്ടർ നോക്കുന്നു, ആദ്യത്തെ ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചെന്നു അഡ്മിറ്റഡ് ആണ്. വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോ എനിക്ക് മരുന്നും ട്രീറ്റ്മെന്റ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നു, മറ്റു പരിശോധനകൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വീണ്ടും ട്രീറ്റ്മെന്റുകളുടെ വിഗതികളൊക്കെ മാറ്റി തരുന്നു, ഗുളികയൊക്കെ മാറി തന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ 10 മണിക്ക് ഡോക്ടർ വീണ്ടും വരുന്നു. റൗണ്ട്സിന് വരുമ്പോ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഇന്നലെ വന്ന ആളല്ലല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ അല്ലെ എന്നൊക്കെ ഒരു പറച്ചില്. അപ്പൊ അവര് നമുക്ക് നൽകുന്ന ട്രീറ്റ്മെന്റുകള് അതാണ് ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ, ഈ പ്രോഗ്രസ് നോട്ട്സിൽ. അതനുസരിച്ച് ആ ഒരു തരുന്ന മരുന്ന് എന്നിൽ പ്രതികരിക്കണം, പ്രതിഫലിക്കണം അല്ലെ, റിഫ്ലക്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം. എന്നാലേ എന്റെ രോഗം മാറുള്ളൂ. മരുന്നുകൾ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കാം, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന്. പക്ഷെ ചില ആളുകളിൽ മരുന്നുകൾ കൊടുത്താൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. റെസ്പോൺസ് ചെയ്തില്ല എങ്കിൽ എന്താ പറയാ, ആരോഗ്യ സ്ഥിതി വീണ്ടും വഷളായിക്കൊണ്ടിരിക്കും പേഷ്യന്റിന് അല്ലെ. അപ്പൊ ഇതെല്ലാം
ഓരോ പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ കാര്യങ്ങള്, ഇൻഫോർമേഷൻസ്, അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കെയറിങ് എല്ലാം പ്രോഗ്രസ് നോട്ട്സിൽ വരും. ആൻഡ് അത് വളരെ കൃത്യമായിരിക്കണം, അവരതിന് റെസ്പോൺസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഓൾസോ ഫോർ കണ്ടിന്യൂയിങ് ദ ട്രീറ്റ്മെന്റ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് രോഗിയുടെ ആരോഗ്യസ്ഥിതി നില മെച്ചപ്പെടുത്തുന്നത് വരെ ആ പ്രോഗ്രസ് നോട്ട്സ് വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ രോഗത്തിന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തണം. ഓരോ സ്റ്റാഫും ഫിസിഷ്യൻസിൽ നിന്ന് തുടങ്ങുന്ന പ്രോഗ്രസ് നോട്ട്സ് നഴ്സസ് ആയിക്കോട്ടെ, തെറാപ്പിസ്റ്റുകളായിക്കോട്ടെ, ആരൊക്കെയാണോ പ്രൊവൈഡിങ് ദ ഇൻഫോർമേഷൻ, ഇറ്റ് ഷുഡ് ബി ദ കണ്ടന്റ് ഓഫ് ദ നോട്ട്സ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ആ പേഴ്സണിന് തന്നെ, ആ പ്രൊവൈഡർക്ക് തന്നെയാണ് അതിനുള്ള കണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കൃത്യതയുള്ള ഇൻഫോർമേഷൻസ് മാത്രം കൊടുക്കുക. ഇനി while providing this progress notes, the font എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപമില്ലേ എന്ന് വെച്ചാൽ നമ്മള് പല ഇപ്പൊ നമ്മള് ചെയ്യാറില്ലേ മൊബൈലിനകത്ത് പല ഫോണ്ട് ഒക്കെ മാറ്റി നമുക്ക് ചെയ്യാം, അല്ലെ? ലെറ്റേഴ്സ് സാധാരണ ABCD ലെറ്റേഴ്സ് ഉണ്ട്, ഫോണ്ട് മാറ്റി നമുക്ക് എന്താ പറയാ കേഴ്സീവ് റൈറ്റിംഗില്, ഇറ്റാലിക് രീതിയില്, ബോൾഡ് ആയിട്ട്, അണ്ടർസ്കോർ ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ രീതിയിലൊക്കെ നമുക്ക് ഫോണ്ടൊക്കെ മാറ്റി മെസ്സേജസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെ? ആപ്പിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അത് തന്നെയാണ് ഫോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളതിനേക്കാൾ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കണം പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? ഓരോ ഹോസ്പിറ്റൽസിനും ദേ ഹാവ് സം കസ്റ്റമൈസ്ഡ് ഫോർമാറ്റ്. ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ കസ്റ്റമൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെയാണ് പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കേണ്ടത്? യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രസ് നോട്ടിന്റെ ഫോർമാറ്റ് പണ്ട് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏത് ഫോർമാറ്റിലാ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കട്ടെ എന്ന് നമ്മൾ അന്ന് പഠിച്ചത്? SOAP, SOAP, അല്ലെ? അങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ അതിന്റെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് SOAP. ഓരോന്നും ഓരോ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. S ഫോർ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്. ആ രോഗിയിൽ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ്, നമ്മുടെ കണ്ടെത്തലുകളാണ്. ആ രോഗി എന്ത് രോഗത്തിനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓരോരുത്തരും അത് കണ്ടെത്തണം. എന്റെ അടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു നേഴ്സാണ്, ഞാൻ കണ്ടെത്തിയ കാര്യം ഞാൻ കൃത്യമായി കണ്ടെത്തിയത് ഞാൻ നോട്ട് ചെയ്യണം. അപ്പൊ സബ്ജക്റ്റീവ്, എന്റെ കണ്ടെത്തൽ ഇന്നതാണ്. ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ടാവും, ഡോക്ടറിന്റെ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കിക്കോളും. ഓക്കെ. പിന്നെ അടുത്തത് ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്. അതിൽ നിന്നും നമ്മൾ കണ്ടെത്തിയ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കണ്ടെത്തലുകൾ, ഈ രോഗിയുടെ രോഗം മാറ്റാനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം, അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ കണ്ടെത്തലുകൾ. ഓക്കെ. അസസ്മെന്റ്, രോഗിയെ കുറിച്ചുള്ള വിലയിരുത്തല്, രോഗത്തെ കുറിച്ചൊക്കെ. പിന്നെ അതിനു വേണ്ടിയിട്ട് പ്ലാനിങ്. അങ്ങനെ ഈ ഒരു SOAP ഫോർമാറ്റിലായിരിക്കണം പ്രോഗ്രസ് നോട്ട്സ് ഈച്ച് ആൻഡ് എവറി പ്രൊവൈഡേഴ്സ്, പ്രോഗ്രസ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരും ഇൻഫോർമേഷൻസ് ഈ രീതിയിൽ കളക്ട് ചെയ്ത് വെക്കണം എന്ന്. മനസ്സിലായോ? അപ്പൊ അത് മറക്കരുത് ആ കാര്യങ്ങള്. ഓക്കെ, അത്രേ ഉള്ളൂ അതിനകത്ത് പ്രോഗ്രസ് നോട്ട്സ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രോഗ്രസ് നോട്ട്സ് ആർ മെയ്ഡ് ബൈ ദ, ആരൊക്കെയാണ് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിസിഷ്യൻസ്, നഴ്സസ്, തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് കെയറിംഗ് ദ പേഷ്യന്റ്. അത് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും ഈച്ച് പ്രൊവൈഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടന്റ് ഓഫ് ഹിസ് ഓർ ഹെർ നോട്ട്സ്. അത് അണ്ടർലൈൻ ചെയ്യണം. Next one, progress notes should reflect the patient's response to the treatment along with the provider's observations and plans for continued treatment. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താ പറയാ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ ഒബ്സർവേഷൻസും പ്ലാൻസും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആ ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസും റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ് പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. And the last sentence, a commonly used format for a progress note is SOAP format. അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. SOAP ഫോർമാറ്റ് വരെ ആ SOAPയുടെ ഫുൾ ഫോംസും അണ്ടർലൈൻ ചെയ്യണം. എനി ഡൗട്ട്സ്? ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും എന്താ പറയാ ഇതുണ്ടോ, സംശയം? ഇതൊക്കെ സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എല്ലാം കാണാപ്പാടെ ഇങ്ങനെ ചുമർക്കി വായിക്കണ്ട. അതായത് നമുക്ക് മനസ്സിലാക്കി അത് നോട്ട് ചെയ്യേണ്ട സെന്റൻസുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് നമുക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇതൊക്കെ പേഷ്യന്റിന്റെ റെക്കോർഡ് കണ്ടന്റുകളാണ്. പേഷ്യന്റ് റെക്കോർഡുകളുടെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്? മെഡിക്കേഷൻ, മരുന്നുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഐഡന്റിഫിക്കേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഗ്രസ് നോട്ട്, അവരുടെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഇതൊക്കെ റെക്കോർഡ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കൺസൾട്ടേഷൻ. ഇനി എന്താ കൺസൾട്ടേഷൻ?
the record or report about the patient's conditions which is provided by the physician or attending. ആരാണോ ആ ഹെൽത്ത് കെയർ ടീമിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആരാണോ അല്ലെങ്കിൽ ഫിസിഷ്യൻ എവിടെയാണോ നമ്മൾ ഡോക്ടറെ കാണാനായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഹെൽത്ത് സെന്റേഴ്സ് ആയിരിക്കാം, ഹോസ്പിറ്റൽസിലെ ഫിസിഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് കാണുന്ന ഫിസിഷ്യൻ ആയിരിക്കും, എവിടെയാണോ അവര് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ, അതാണ് കൺസൾട്ടേഷൻ നോട്ട് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഡോക്ടറെ കാണുന്നു, നമ്മളല്ല എഴുതണേ, ഡോക്ടറോട് പറയുന്നു ഡോക്ടർ എനിക്ക് ഇന്നതുണ്ട്, എന്നിട്ട് പറയുമ്പോ ഡോക്ടറെ അപ്പൊ നിനക്ക് ഇന്നത് അസുഖം നീ എഴുതിക്കോ, അങ്ങനെയാണോ പറയുന്നത്? അല്ലല്ലോ, ഡോക്ടേഴ്സ് തന്നെയാണ് അതൊക്കെ ചെയ്തത്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. അത് കൊടുക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റൻഡിങ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആരൊക്കെയാണോ അത് ആരുടെ അടുത്താണ് അവർ പോയത് അതാണ് കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നല്ലേ നമ്മൾ പറയാറ്, അങ്ങനെയാണോ പറയുന്നത് നിങ്ങള്? അങ്ങനെ തന്നെയാണ്. യെസ്, കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം ദ ഫിസിഷ്യൻ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഫിസിഷ്യൻ ആണ്, ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള എന്താ പറയാ പ്രൊവൈഡർ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാരും ഫിസിഷ്യനോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സോ ആരൊക്കെയൊക്കെ ആകാം. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ലിനിക്ക് പുറത്തൊക്കെ. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഇരിക്കുന്ന ഡോക്ടർമാർ സ്വന്തമായിട്ട് എന്താ പറയാ ക്ലിനിക്ക് ഇട്ടിട്ട് അവിടെയും ഇരിക്കാറുണ്ട് അല്ലെ. ഇവിടെ ഹോസ്പിറ്റൽസിൽ കുറച്ച് റഷ് ആയിരിക്കാം, പേഴ്സണലി അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് ഇതാക്കാനുള്ള സമയമില്ലാത്ത ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പുറത്തെവിടെയും ക്ലിനിക്ക് ഇട്ടിട്ട് ഇരിക്കാറുണ്ട് ഡോക്ടേഴ്സ് അല്ലെ. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കുറെ നേരമൊക്കെ നമ്മൾക്ക് പോയി നിന്ന് മരുന്ന് വാങ്ങിച്ച് കണ്ടൊക്കെ പോലെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസിൽ പോകുന്നതിനേക്കാൾ നല്ലത് വെളുപ്പിനോ കാലത്തൊക്കെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുക, അവിടെ നമ്മൾ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് കാണിക്കും. സോ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മരുന്നൊക്കെ എഴുതി തരും. ഇനി എന്തെങ്കിലും കുറച്ചുകൂടി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അവരെ ഇന്ന ഹോസ്പിറ്റലിലേക്ക്, അവരിരിക്കുന്ന ഹോസ്പിറ്റൽസിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വിടും അല്ലെ. അങ്ങനെയൊക്കെയല്ലേ. സോ അതുകൊണ്ടാണ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, ആൻഡ് സോ ദിസ് ഓൾസോ ബിക്കംസ് ദ പാർട്ട് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്. ഈ ഒരു ഇൻഫർമേഷനും എന്താണ് ഹോസ്പിറ്റൽസിലെ പേഷ്യന്റിന്റെ റെക്കോർഡ് തന്നെയാണ്. കൺസൾട്ടേഷൻ പുറത്തായിക്കോട്ടെ അകത്തുള്ള ഹോസ്പിറ്റലിന് അകത്തുള്ള ഡോക്ടർമാരായിക്കോട്ടെ ആര് കൺസൾട്ട് ചെയ്താലും ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് കൺസൾട്ടേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എ കൺസൾട്ടേഷൻ നോട്ട്സ് എന്നുള്ള ആ സെന്റൻസ് ഫുള്ളും ആ ഒരു കുഞ്ഞു പാരഗ്രാഫേ ഉള്ളൂ. കുഞ്ഞു പാരഗ്രാഫ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അത് മതി. നെക്സ്റ്റ് വൺ, അടുത്ത എന്താ? ഫിസിഷ്യൻസ് ഓർഡർ ആണ്. എന്താണ് ഫിസിഷ്യൻസ് ഓർഡർ? ഫിസിഷ്യൻസിന്റെ ഓർഡർ എന്തായിരിക്കും? ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത് ഡയറക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ് ഗിവൺ ബൈ ദ ഫിസിഷ്യൻ ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ ടീം. അതായത് ഫിസിഷ്യൻ നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യനെ കണ്ടു, ആരോഗ്യത്തിന്റെ 2 ദിവസമായിട്ട് പനിയാണ്, അപ്പൊ അതൊരു വൈറൽ ഫീവർ ആണ്, ഇനി എന്തെങ്കിലും കുറിക്കുന്നു, ഓക്കെ എന്നിട്ട് മരുന്ന് കുറിക്കുന്നു, ഇന്ന മരുന്ന് ഇന്നത്, ഓക്കെ ഫാർമസിയിലേക്ക് കൊടുക്കാനുള്ളത് ഇത് നമുക്ക് വേണ്ടി. അതിനുശേഷം ഫിസിഷ്യന്റെ ഓർഡർ വേറെ ചെയ്തു. അത് ഒരു ഡിറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അത് ഫിസിഷ്യൻ ആ ഹെൽത്ത് കെയർ ടീമിലുള്ള മറ്റു ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. ആ പേഷ്യന്റിന്റെ മരുന്ന് കൊടുക്കേണ്ട കാര്യത്തിനായിരിക്കാം അല്ലെ. മറ്റേത് നമ്മളുടെയാണ്, നമ്മളുടെ ചീട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടാണ്. അത് മരുന്നിനാണെങ്കിൽ നേരെ എവിടേക്ക് പോകും? ഫാർമസിയിലേക്ക് പോകും. അതല്ലാതെ മറ്റു ടെസ്റ്റുകളും മരുന്നുകൾ വേറെയും മറ്റു ട്രീറ്റ്മെന്റ് മറ്റു ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ തയ്യാറാക്കാം. അത് ഫിസിഷ്യൻസ് ഓർഡർ ആണ്. ആ ഹെൽത്ത് കെയർ ടീമിലാണ്, പേഷ്യന്റിന് അല്ല കേട്ടോ. ആ ടീമില് ഏതെങ്കിലും ലാബിലേക്ക് കൊടുക്കാനുണ്ട്, ഫാർമസിയിലേക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിന് വിടാനുണ്ട്. അവിടെയെല്ലാം കൊടുക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, ഇൻഫർമേഷൻസ്, ചില ഡയറക്ഷൻസ് ആയിരിക്കാം. ഇന്ന പേഷ്യന്റ് വന്നിട്ട് ആളുടെ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡിന്റെ അകത്ത് ഇന്നതൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അത് അവർക്കുള്ളതാണ്. ആ പേഷ്യൻസിന്റെ ഓർഡർ ആണ്. ഫിസിഷ്യൻ ആണ് ഈ ഓർഡർ കൊടുക്കുന്നത് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇൻ ദ കറന്റ് US ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെന്റ്സ് മസ്റ്റ് ബി ഓർഡർഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് ലൈസൻസ്ഡ് പ്രാക്ടീഷണർ. യുഎസിലൊക്കെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഈ പറയുന്ന ഫിസിഷ്യൻസ് ഓർഡർ ഒക്കെ വളരെ കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ലൈസൻസ്ഡ് പ്രാക്ടീഷണർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്
അതായത് എന്താ പറയാ അവിടുത്തെ യുഎസിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മളുടേതാണെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താ പറയാ ലൈസൻസ്ഡ് ആക്കിയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന് മാത്രമേ ഇങ്ങനെ ഒരു ഫിസിഷ്യൻസ് ഓർഡർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സോ ഓൺ വരെ physician's order are directions, instructions or prescriptions given by a physician to the other members of the healthcare team regarding the patient's medications, tests, diets and treatments, so on. മനസ്സിലായില്ലേ എന്താന്ന്? അത് വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ക്ലിയർ അല്ലേ? യുഎസിന്റെ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫോർമേഷന് വേണ്ടി തന്നിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇനിയും പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ വരുന്നതാണ് ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്. അതല്ലേ, വീണ്ടും ഇതും റിപ്പോർട്ടുകൾ തന്നെയാണ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, നമുക്ക് വേറെ ഇതൊക്കെ ആണെങ്കിൽ ചുമയൊക്കെ വന്നു കഴിയുമ്പോൾ ചുമയൊക്കെ മാറിയില്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒരു എക്സ്റേ എടുക്കണം എന്ന് പറയും അല്ലെ. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ ഓരോ രീതികളൊക്കെ. പണ്ടൊക്കെ ഒന്നുമില്ല, ചുമ വന്നു കുറെ ചുമയുടെ മരുന്ന് കൊടുത്തു വിടും, ഒരു കുറച്ച് ആന്റിബയോട്ടിക് കൊടുക്കും, ഓക്കെ ശരി 2 ദിവസം കഴിച്ച് കഴിയുമ്പോൾ മാറിപ്പോഴും, അത് മാറി ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയും ബാക്കിയുള്ള അസുഖവും പോകും, ഇതിനെ മാത്രം അവിടെ ബാക്കി നിർത്തും. ഏതിനെ? ചുമയെ മാത്രം. അപ്പൊ കുറച്ച് ദിവസം കൂടി വീണ്ടും ഇത് ചുമയ്ക്കും, വീണ്ടും മാറാണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ ചിലപ്പോൾ ചെസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാകാം, അപ്പൊ ഒരു എക്സ്റേ എടുക്കണം. ഓക്കെ, സോ എക്സ്റേ റിപ്പോർട്ട് അവിടെയും ഉണ്ടാവുമല്ലോ ഒരു റിപ്പോർട്ട്. എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട് ഇല്ലേ? അതും ഈ പറയുന്ന പോലെ റേഡിയോളജി റിപ്പോർട്ട് ആയിരിക്കാം, റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്നതിന്റെ. സോ ഇറ്റ്സ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് എക്സ്റേ ഉപയോഗിച്ച്, അല്ലെങ്കിൽ മാമോഗ്രാംസ്, അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ, പിന്നെ സ്കാനിങ്. These techniques are also used for documenting and also interpreting the findings of patient's record. പേഷ്യന്റിൽ കണ്ടെത്തുന്ന പല കാര്യങ്ങളെയും ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതായത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന രോഗിക്ക് ഇതാണ് എക്സ്റേയുടെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കണ്ടെത്താം, ഇന്നയാൾക്ക് ഇന്ന അതുണ്ട്, എക്സ്റേ റിപ്പോർട്ട് അതാണ് കാണിക്കുന്നത്. അത് കണ്ടാലല്ലേ മനസ്സിലാകുള്ളൂ. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇതും എന്താകുന്നുണ്ട്? പേഷ്യൻസിന്റെ റെക്കോർഡുകളുടെ ഭാഗമാകുന്നുണ്ട് അല്ലെ. ഒബ്വിയസ്ലി നമുക്കറിയാം എക്സ്റേ റിപ്പോർട്ടൊക്കെ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ തന്നെയാണ്. സോ ദീസ് തിങ്സ് അല്ലെങ്കിൽ ദീസ് ഫൈൻഡിങ്സ്, അപ്പൊ ഈ പറയുന്ന എക്സ്റേ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ടാണ് രോഗിയുടെ ബാക്കിയുള്ള ഭാഗം അല്ലെങ്കിൽ ബാക്കിയുള്ള കെയറിംഗ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി documented and also given in timely manner. അതുകൊണ്ട് എന്താണ്, ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ റിപ്പോർട്ട് കൊടുത്താൽ പോരാ. ടൈംലി മാനറിൽ കൃത്യമായ സമയത്ത് അതിന്റെ റിപ്പോർട്ടുകൾ ഡോക്യുമെന്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് they can go for appropriate treatment. ശരിയായ രീതിയിലുള്ള ചികിത്സയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ വെറുതെ ഒരു പനി കൊണ്ട് ചെല്ലുന്നു, ആ പനി മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കുറെ ദിവസമായിട്ട് വീണ്ടും പനി എന്ന് പറഞ്ഞ് വീണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നാണല്ലോ പനി തന്നെയായിരുന്നല്ലോ, ഈ ആഴ്ച വീണ്ടും വരുന്നു, നെക്സ്റ്റ് വീക്കിൽ വീണ്ടും വരുന്നു, പനി തന്നെയാണല്ലോ, മാറിയിട്ടില്ല. അപ്പൊ ചിലപ്പോ ശരിയായ ട്രീറ്റ്മെന്റ് നമുക്ക് ആ പനിക്ക് മാത്രമുള്ള മരുന്നാണ് കൊടുത്തു വരുന്നത്, പക്ഷെ വേറെ ഏതെങ്കിലും രോഗമായിരിക്കാം, അതിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. സോ അപ്പോഴാണ് ഈ പറയുന്ന പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയാ, എക്സ്റേയോ റേഡിയോളജിയോ അങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ ഇമേജസിലൂടെ പേഷ്യന്റിന്റെ രോഗാവസ്ഥ മനസ്സിലാക്കുന്നത്. യൂസിങ് കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇന്ന് പല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുന്നത് ഈ പറയുന്ന ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. സോ ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് റിസൾട്ട്സ്. ഈ ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ അവർക്ക് പല കാര്യങ്ങൾ ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും പേഷ്യന്റിന്റെ. ഓക്കെ, സോ ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ് ക്ലിയർ ആണോ? മനസ്സിലായ? ഓക്കെ, ദെൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദ റേഡിയോളജിസ്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, അതിന് റേഡിയോളജിസ്റ്റ് ആണ്, റേഡിയോളജി വിഭാഗത്തിൽ റേഡിയോളജിസ്റ്റ് ആയിരിക്കണം റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണ്ടേ. ത്രൂ X-rays, mammograms, ultrasound, scan and the like for documenting his or her interpretations or findings in the patient's record. പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ ഇതെല്ലാം കണ്ടെത്തി അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇങ്ങനെ കണ്ടെത്തി ഇങ്ങനെ എന്താ പറയാ അവരുടെ ഫൈൻഡിങ്സ് കൃത്യതയോടെ അത് കണ്ടെത്തി റെസ്പോൺസിബിൾ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യേണ്ടത് റേഡിയോളജിസ്റ്റ് തന്നെയാണ്. ഓക്കെ, അത്ര ഉള്ളൂ അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെയാണ് ലാബ് റിപ്പോർട്ട്, ഇമേജസ് പോലെ തന്നെ മറ്റൊരു എന്താ പറയാ ടെസ്റ്റിംഗ് ഫൈൻഡിങ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്.
ആണ് ലാബ് റിപ്പോർട്ട്. ലാബ് റിപ്പോർട്ടിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ് ടെസ്റ്റുകളാണ്. കണ്ടക്റ്റഡ് വിത്ത് അവർ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, ടിഷ്യൂസ് അല്ലെ, നമ്മുടെ സെല്ലുകൾ, അതുപോലെ ടിഷ്യൂസ്, നമ്മുടെ ഏതെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആണ്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുകൾ ഒക്കെ എടുത്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകളാണ് ഇവിടെ വരിക, ലബോറട്ടറി റിപ്പോർട്ടിനകത്ത് വരാം അല്ലെ. ഇപ്പൊ നോക്കിയ എക്സാമ്പിൾ പറയണ്ടേ, മെഡിക്കൽ ലാബ് മൈറ്റ് പെർഫോം എ ത്രോട്ട് കൾച്ചർ, യൂറിൻ അനാലിസിസ്, കൊളസ്ട്രോൾ ലെവൽ ഓർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഇതൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു ലാബിലാണ് ഇതൊക്കെ ചെയ്യാം അല്ലെ. ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ കൾച്ചറിങ് നടത്തണം. ഇതൊക്കെ യൂറിൻ അനാലിസിസ്, നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ നടത്തുന്നത് ലാബിൽ തന്നെയാണ്. റേഡിയോളജി ഒന്നും ഉപയോഗിച്ചിട്ടല്ലാന്ന് നീ പറയുന്നത്. സോ ഇൻ ഹോസ്പിറ്റൽസ് നമുക്കറിയാം ഹൺഡ്രഡ്സ് ഓഫ് സ്പെഷ്യൽ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്, നൂറുകണക്കിന് ലാബ് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ബ്ലഡ് ഉപയോഗിച്ചുള്ളത്, ബോഡി ഫ്ലൂയിഡ് ഉപയോഗിച്ചുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ടിഷ്യൂ ഉപയോഗിച്ചുള്ളത്, സെൽസ് ഉപയോഗിച്ചുള്ളത്, ഒത്തിരി നടക്കുന്നുണ്ട് ലാബ് റിപ്പോർട്ടുകൾ. ലാബ് പേഴ്സണൽസ് ആണ് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയാൽ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആള്. ലാബ് പേഴ്സണൽ ആർ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ലാബ് റിസൾട്ട് ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റ് റെക്കോർഡില് ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തി അതിന്റെ റിസൾട്ട് ഒക്കെ കണ്ടുപിടിച്ച് ഡോക്യുമെന്റ് ചെയ്യാനുള്ള അധികാരം, ഉത്തരവാദിത്വം മറക്കേണ്ട ലാബ് പേഴ്സണൽസിനാണ്. നഴ്സിംഗ് പേഴ്സണൽ നമ്മൾ നേരത്തെ പറഞ്ഞു, റേഡിയോളജിസ്റ്റിന് റേഡിയോളജിയുടെ ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, അപ്പൊ ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ ലാബ് പേഴ്സണൽസിനാണ്. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലബോറട്ടറി റിപ്പോർട്ട്സിലെ ഫസ്റ്റ് സെന്റൻസ് ടിഷ്യൂസ് വരെ, അതുകൂടാതെ ലാസ്റ്റ് സെന്റൻസും ലാബ് പേഴ്സണൽ ആർ റെസ്പോൺസിബിൾ ആ സെന്റൻസും. ലബോറട്ടറി റിപ്പോർട്ട്സ് എന്ന് പറയുന്ന പാരഗ്രാഫിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസ്. ഫോർ എക്സാമ്പിൾ ഒന്നും വേണമെന്നില്ല. So the lab personnels are very important to access the accuracy of lab result. അപ്പൊ ഈ ലാബിനകത്ത് കണ്ടെത്തുന്ന പല കാര്യങ്ങളും അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വളരെ അക്യുറേറ്റ് ആയിട്ട് അവർ രേഖപ്പെടുത്തണം. തെറ്റായിട്ടുള്ള ഇപ്പൊ ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ നോക്കി എന്നിട്ട് വേറെ പേഷ്യന്റിന്റെ ഫോമിലോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് തെറ്റിച്ചൊക്കെ എഴുതി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഡിസിഷൻസ് ഫോർ മേക്കിംഗ് ക്ലിനിക്കൽ ഡിസിഷൻസ് അബൌട്ട് ദ പേഷ്യന്റിന്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയാണ് ഈ ലാബ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. സോ appropriate care should be given to provide the results. ഈ റിസൾട്ടുകൾ കൊടുക്കുമ്പോൾ നല്ല കൃത്യമായ കെയറിംഗ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. ഫിസിഷ്യൻസ് മറ്റ് പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് any findings and treatment plans based on the lab result. ലാബിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ഫിസിഷ്യൻസ് ആയിക്കോട്ടെ മറ്റ് പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ അവരവരുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ലാബില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലാബ് പേഴ്സണൽസ് ഈ പറയുന്ന റിസൾട്ട് ഒക്കെ കൃത്യതയോടെ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ രണ്ടും ആകെ ബുദ്ധിമുട്ടായി തീരും അല്ലെ. ലാബിലെ റിസൾട്ട് വന്നു, ആൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാനാണ്, ആൾക്ക് ഇതുണ്ട്, വേറെ ആളുടെ ആയിട്ട് കയറി വന്നു, ക്ലാഷ് ചെയ്ത് വന്നു, ആൾക്ക് എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു പുറത്തുനിന്ന് മരുന്നൊക്കെ എഴുതി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എന്താ, ആരോഗ്യപരമായ ഒരു വ്യക്തിയുടെ ചിലപ്പോ മാറിപ്പോയി വേറൊരാളുടെ കയറി വന്നിട്ടുണ്ടാവും, ഇല്ലാത്ത രോഗം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അക്യുറസി എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാബ് ടെസ്റ്റ് ഫൈൻഡിങ്സ് റിസൾട്ട് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് സെന്റൻസ് ആണ് ഫസ്റ്റ് വൺ. ആദ്യ പാരഗ്രാഫിലെ ലാബ് റിസൾട്ട്സ് ബിക്കം എ പാർട്ട് ഓഫ് ദ പേഷ്യന്റ് പെർമനന്റ് റെക്കോർഡ് കേട്ടോ. ലാബ് റിസൾട്ട് ഒക്കെ പെർമനന്റ് റെക്കോർഡാണ്. പെർമനന്റ് എന്ന് വെച്ചാൽ താൽക്കാലത്തേക്കല്ല, അതൊക്കെ പെർമനന്റ് പേഷ്യന്റ് റെക്കോർഡാണ്. കാരണം ഇതൊക്കെ വെച്ചിട്ട് പിന്നീട് ആളുകൾ ചോദ്യത്തിനും പറച്ചിലൊക്കെ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ ഒരു പെർമനന്റ് റെക്കോർഡായിട്ട് സൂക്ഷിക്കേണ്ടതുമാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം തയ്യാറാക്കാൻ. അത്രയും കെയർ കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ അതിനുശേഷം അടുത്ത സെന്റൻസ് ഫിസിഷ്യൻസ് ഓർ അതർ പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് എന്ന് തുടങ്ങുന്ന ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. റിസൾട്ട്സ് വരെ അണ്ടർലൈൻ ചെയ്തോ? Next one, consent and authorization forms. എന്തായിരിക്കും കൺസെന്റ്? കൺസെന്റ് എന്താ? സമ്മതമാണ് അല്ലെ.
ആരുടെ സമ്മതമായിരിക്കാം, പേഷ്യന്റിന്റെ സമ്മതം തന്നെ. ചിലപ്പോ ഇൻ കേസ് some patients have to be admitted in the hospital, or some patients have to undergo some surgeries or any other procedures. So the hospital has to take a consent from the patient. അതിപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലൈസ്ഡ് ആകണം അല്ലെ, അതായത് അഡ്മിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജസിൽ ഒക്കെ വരുന്നവരെയൊക്കെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. എങ്കിലും അതല്ലാതെ ഒരു പകുതി ഇതിൽ വരുന്ന ആൾക്കാർ അവരോട് ചോദിക്കുന്നത് 2 ദിവസം കിടക്കണമല്ല, നമ്മളോട് ചോദിക്കാൻ പനിയും തലച്ചോമയൊക്കെ നിൽക്കുമ്പോ 2 ദിവസം റെസ്റ്റ് ചെയ്യണം, ഇവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് പറ്റൂല, ക്ലാസ് ഒക്കെ ഉണ്ട്, നടക്കൂല, പോഷൻ തരാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തലതിപ്പി പോരും അല്ലെ. പക്ഷെ അപ്പൊ എങ്ങനെയാണെങ്കിലും അതൊരു കൺസെന്റ് ആണ്, അതൊരു കൺസെന്റ് സ്വീകരിക്കലാണ്. ഇത് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഓക്കെ നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓടിപ്പോരും. പക്ഷെ ചില അസുഖങ്ങൾക്ക് നമുക്കറിയാം ഹാവ് ടു ബി അഡ്മിറ്റഡ്, തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യപ്പെടാം. സോ ദേ ഹാവ് ടു ടേക്ക് ദ consent from the patient. പേഷ്യന്റിന്റെ സമ്മതം ആവശ്യമുണ്ട്. അപ്പൊ copies of consent at the time of admission, treatment, surgery, release of information, important component of the patient record. അതായത് ചില ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില ഇൻഫോർമേഷൻസ് വേറൊരാൾക്ക് കൊടുക്കാമോ എന്നുള്ള സമ്മതമൊക്കെ ചോദിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അതിപ്പോ നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും ഒരു ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു നിയമപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരം കളക്ട് ചെയ്യാൻ പോലീസിൽ നിന്നോ മറ്റു സ്ഥലത്തു നിന്നൊക്കെ ലീഗാലിറ്റിക്ക് നിയമപരമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ റിലീസ് ചെയ്യാനായിട്ട് ആളുടെ സമ്മതം ചോദിക്കേണ്ടി വരും. ആള് സമ്മതം തരാൻ എന്താ പറയാ കേപ്പബിൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരാണ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഷ്യന്റ്, പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാരാണ് അവരുടെ സമ്മതം വാങ്ങിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. സോ കൺസെന്റ് ആൻഡ് ഓൾസോ ഓതറൈസേഷൻ ഫോംസ്, അതിനുവേണ്ടി പർട്ടിക്കുലർ ഫോമുകളൊക്കെ ഉണ്ട്. സമ്മതം ഇപ്പൊ നമ്മൾ അറിയാലോ, ചില സർജറീസ് നടത്തുമ്പോൾ നമ്മൾ ലീഗൽ ഫോർമാലിറ്റി പോണ സ്ത്രീകൾ നമുക്കറിയാം, പെൺകുട്ടികളാണ് കൂടുതലും ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, നമ്മളുടെ എന്താ പറയാ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ടൈമിലൊക്കെ നമ്മളോട് സമ്മതം ചോദിക്കും. ഇത് ചിലപ്പോ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും, അപ്പൊ നിങ്ങളൊരു സമ്മതപത്രം എഴുതി തരണം. അപ്പൊ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് നമുക്ക് തരും. നമ്മളത് ഫില്ല് ചെയ്തിട്ട് എന്താ പറയാ സൈൻ ചെയ്യണം നമ്മളും, പിന്നെ നമ്മളുടെ ഏറ്റവും അടുത്ത ആള് ചിലപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. Go for the surgery in case ഏതെങ്കിലും രീതിയിൽ സർജറിയിലേക്ക് പോകേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അന്നേരം ഒപ്പിട്ട് സമ്മതം മേടിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നേരത്തെ കൂട്ടി എന്നൊക്കെ വാങ്ങിച്ചു വെക്കും അല്ലെ, അങ്ങനെയൊക്കെ. അപ്പൊ അത്തരം കൺസെന്റുകൾ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വാങ്ങിക്കണം പേഷ്യൻസിൽ നിന്ന്. പേഷ്യൻസിനെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിച്ച്, അപ്പൊ ഇത് കൺസെന്റ് സമ്മതം എന്ന് പറയുമ്പോൾ സമ്മതം എന്ന് മൂളിയാൽ പോരാ, ഇത് സൈൻ ചെയ്ത് വാങ്ങിക്കുമ്പോഴാണ് അതിനൊരു വാലിഡിറ്റി ഉണ്ടാകുന്നത്. ബിഫോർ ദ ട്രീറ്റ്മെന്റ് ടേക്സ് പ്ലേസ്, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സമ്മതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. മാത്രമല്ല അതിന് ഓതറൈസിങ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് എന്റെ കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം കൂടി വാങ്ങിച്ചിരിക്കണം, സൈൻ ചെയ്ത് തന്നെ വാങ്ങിച്ചിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. വിത്തൗട്ട് the consent of the patient, the hospital or any others have no right to release any information about the patient. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടാനുള്ള അധികാരം അവിടെ ഇല്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോം. സിമ്പിൾ. അപ്പൊ നോക്കുക, കോപ്പീസ് ഓഫ് കൺസെന്റ് ടു അഡ്മിഷൻ, അവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യണം. ട്രീറ്റ്മെന്റ്, സർജറി and release of information are important component of patient record related to use it as legal document. Okay, പിന്നെ അടുത്തത്, patient must sign informed consent documents before treatment takes place. കണ്ടാ ആ സെന്റൻസ് ഉണ്ടാ 4ാമത്തെ വരിയില്, അഞ്ചാമത്തെ വരിയില്ലേ, കിട്ടിയോ? അടുത്ത വരിയിലുണ്ട്, forms authorizing release of information must also be signed by the patients before any patient specific health information is released to parties not directly involved in the care of patients. പേഷ്യൻസിന്റെ ആ കെയറിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് കൊടുക്കണമെങ്കിലും
എന്തായാലും അവരുടെ പേഷ്യന്റിന്റെ ഓതറൈസ്ഡ് സൈൻ സിഗ്നേച്ചർ തന്നെ വേണം. അംഗീകൃതമായിട്ടുള്ള സിഗ്നേച്ചർ വാങ്ങിച്ച് മാത്രം. ഞാൻ ആരുമല്ല, ഹെൽത്ത് കെയർ ടീമിലെ ആളുമല്ല, പേഷ്യന്റിന്റെ ആരുമല്ല. ഞാൻ ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടി ചെന്നേക്കാണ്. അത് കൊടുക്കണോ വേണ്ടേന്ന് അവരോട് സമ്മതം മേടിക്കണം. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ എന്തെങ്കിലും സർവേ നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടോ ചെന്നേക്കാണ്. ചെന്ന് കഴിയുമ്പോൾ നമ്മളിലേക്ക് ആ ഇൻഫർമേഷൻ ആ ഹോസ്പിറ്റൽസ് തരണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കൺസെന്റ് സൈനോട് കൂടി വാങ്ങിച്ചിരിക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ പാത്തോളജി റിപ്പോർട്ടാണ്. Pathology reports എന്ന് പറഞ്ഞാൽ pathology means the tissues taken from our body for through any surgical procedure for any diagnosis or examination. നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും കലകൾ എടുത്തിട്ട് എന്ത് ചെയ്യാ, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് പരിശോധിച്ച് എന്തെങ്കിലും രോഗം ഉണ്ടോന്നൊക്കെ നോക്കി അതിനെ സർജറിയിലും കൂടെ ആയിരിക്കും ചിലപ്പോൾ അത് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിപ്പോർട്ട് എന്റെ ശരീരത്തിൽ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. സ്ത്രീകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിലെ വയറിനകത്തുള്ള മുഴ അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സിസ്റ്റ് പോലെയൊക്കെ വളർന്നു കഴിയുമ്പോൾ അത് ഹാർംഫുൾ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത്, റിമൂവ് ചെയ്യണം. എടുത്തിട്ടാണ് അത് ടെസ്റ്റിന് വേണ്ടിയും ഡയഗ്നോസിസിന് വേണ്ടിയൊക്കെ അയക്കണേ അല്ലേ. അങ്ങനെ അത് എടുക്കുമ്പോ അതിനും ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിന് ഇതിന് വേണ്ടി അയച്ചിരിക്കുന്നു അതിന്റെ റിപ്പോർട്ട്സ്. പാത്തോളജിസ്റ്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്. ഇതിങ്ങനെ എടുക്കുമ്പോൾ അവരാണ് അത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതും അതിന്റെ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ടതും. പാത്തോളജിസ്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ പാത്തോളജി റിപ്പോർട്ട്. ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് ആണ്. ഓപ്പറേറ്റീവ് റിപ്പോർട്ട് അതെന്താ? ഓപ്പറേഷൻസ് ഇഫ് എനി സർജറീസ് ആർ ഗോയിങ് ടു ബി പെർഫോംഡ്, അതിന്റെ എന്താ പറയാ സർജറി ചെയ്യാൻ പോകുമ്പോൾ ആ സർജറിയിൽ ഒരു ലിസ്റ്റ് ആരൊക്കെയാണ് സർജൻസ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ് ഓപ്പറേഷൻ, അതായത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പിന്നീട് പല കുഴപ്പങ്ങളും ഉണ്ടാകും. ആ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന പേഷ്യന്റിനെ സർജറി ചെയ്യുന്നത് ഏത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് മാത്രമല്ല ആളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ആരൊക്കെ നിന്നിരുന്നു അവരുടെ പേരും ഇതിന്റെ ഒരു ലിസ്റ്റ് വേണം ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സിൽ അതുണ്ടാവും. അപ്പൊ ഓപ്പറേഷൻ പേഷ്യന്റിനെ ചെയ്യുന്നു, ഓപ്പറേഷന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് വിച്ച് ഡോക്ടർ ഓർ ഫിസിഷ്യൻ ഈസ് ദർ, ആരാണ് അത് പെർഫോം ചെയ്യുന്നതെന്നും കൂടെ അസിസ്റ്റ് ചെയ്തവർ ആരൊക്കെയാണെന്നും ഇൻക്ലൂഡ് ആയിരിക്കും. സർജൻ ആണ് ഈ ഒരു ഓപ്പറേറ്റീവ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട റെസ്പോൺസിബിൾ പേഴ്സൺ, തയ്യാറാക്കി ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ വെറുതെ ഇങ്ങനെ പറയല്ല വാഗുണ്ട് എന്റെ കൂടെ ഇന്ന ആളുണ്ടായി എന്നൊന്നും വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യം ഡോക്യുമെന്റ് ചെയ്തിട്ട് വെക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും വരുമ്പോ ആരൊക്കെയായിരുന്നു, ചിലപ്പോ വിറ്റ്നസിനെയൊക്കെ ചോദിക്കും എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ. സോ അതിന് ഉത്തരം കൊടുക്കണ്ടേ? സർജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഇൻഫർമേഷൻ ഫൗണ്ട് ഇൻ ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. കേട്ടോ, ഓപ്പറേറ്റീവ് റിപ്പോർട്ടിലെ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ആരാണ് സർജൻ ഓപ്പറേഷൻ ചെയ്തത്, ആളെ അസിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ എഴുതി പുള്ളി തന്നെ സർജൻ തന്നെ അത് തയ്യാറാക്കി വെക്കണം. ഓപ്പറേറ്റീവ് റിപ്പോർട്ട് സെന്റൻസ് രണ്ടും അണ്ടർലൈൻ ചെയ്തേക്കാം. ഓപ്പറേറ്റീവ് റിപ്പോർട്ടിന്റെ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ചെയ്താമോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് സമ്മറി. ഇനിയും വേറെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി, വിച്ച് കണ്ടെയ്ൻസ് ദ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിൽ നിന്നും അഡ്മിറ്റഡ് ഒക്കെ കഴിഞ്ഞ് രോഗത്തിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അക്യൂട്ട് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി കൂടി എഴുതി വിടുന്നുണ്ട് അല്ലെ. അത് ഹോസ്പിറ്റലിലുള്ള ആ പേഷ്യന്റിന്റെ സ്റ്റേ ഇൻക്ലൂഡിംഗ് ദ റീസൺ ഫോർ അഡ്മിഷൻ, എന്തിനാണ് പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തത്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം ദ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആ ഒരു പേഷ്യന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഹൗ ദ പേഷ്യന്റ് റെസ്പോണ്ട് ടു ദ ട്രീറ്റ്മെന്റിനെ എങ്ങനെയാണ് പേഷ്യന്റ് പ്രതികരിച്ചത്, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, ആ ഡിസ്ചാർജ് സമയത്ത് ആളുടെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്തോ,
പിന്നെ ഫോളോ അപ്പ് കെയർ എന്തൊക്കെയാണ് ഇനി തിരിച്ചു വന്നതും കൂടിയും ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ്. അതും പേഷ്യന്റിന്റെ റെക്കോർഡ് തന്നെയാണ് ഡിസ്ചാർജ് സമയത്തെ. അപ്പൊ ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു, ആ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തിനാ അഡ്മിറ്റ് ചെയ്ത്, ഇന്ന കാരണത്തിന് അഡ്മിറ്റ് ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇയാൾ ഇന്ന ടെസ്റ്റ് ഒക്കെ നടത്തി, അതിന്റെ റിസൾട്ടുകൾ ഇത് എന്ന് പറയുന്നത് എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് അതിനകത്ത് മെൻഷൻ ചെയ്യും. എന്നിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ന് വരണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വന്നു കൂടി ചെക്കപ്പ് നടത്തും എന്നൊക്കെ പറഞ്ഞാൽ വിടും. സോ ദ അറ്റൻഡിങ് ഫിസിഷ്യൻ ആരെയാണോ ഏത് ഡോക്ടറെയാണോ ആ രോഗി വന്ന സമയത്ത് കണ്ടത്, അറ്റൻഡ് ചെയ്തത്, ആ ഫിസിഷ്യനാണ് ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്ത് ഹോസ്പിറ്റലിൽ വെക്കാനുള്ള അധികാരമുള്ളത്. മനസ്സിലായോ? റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി. The attending physician is responsible for documenting the discharge summary at the conclusion of the patient's stay in the hospital. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ഒരു എന്താ പറയാ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കേണ്ടത് എന്താ പറയാ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ തന്നെയാണ്. ക്ലിയർ ആയ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടി അണ്ടർലൈൻ ചെയ്യാം. ദ ഡിസ്ചാർജ് സമ്മറി സമ്മറൈസസ്, രണ്ടാമത്തെ സെന്റൻസ് ഉള്ളൂ, ആദ്യത്തെ സെന്റൻസ് ഇല്ല. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി എന്ന് തുടങ്ങിയിട്ട് അപ്പൊ പാരഗ്രാഫ് ഏകദേശം ഫുള്ളും ഉണ്ട്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കാൻ? 2 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അണ്ടർലൈൻ ചെയ്തോ? അടുത്തത് ക്ലെയിം കണ്ടന്റ്സ് ആണ്. ക്ലെയിമിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്താ പറയാ, ആൻഡ് പ്രൊവൈഡേഴ്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദെയർ കെയർ they provide to the patients. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിങ്ങിന് തീർച്ചയായിട്ടും അവർക്കൊരു പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ബില്ലിംഗ് അക്കൗണ്ടിങ് സെക്ഷനാണ് അവരുടെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഈ ക്ലെയിമുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇതിന് ഫോർ പ്രോസസിംഗ് ക്ലെയിംസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഷുറൻസ് കവറേജ്. ഇത് പേഷ്യന്റുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസിന് തേർഡ് പാർട്ടി പെയേഴ്സ് വഴിയാണോ, അതായത് പ്രൈവറ്റ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അതിന് തേർഡ് പാർട്ടീസ് വഴിയൊക്കെ ക്ലെയിമിംഗ് ഒക്കെ ചെയ്തു കൊടുക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്ററിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കെയർ നമ്മുടെ നാട്ടില് മെഡിക്കെയർ എന്ന് പറയുന്നത് US-ലൊക്കെ ഉള്ള എന്താ പറയാ ചില ഇൻഷുറൻസ് പദ്ധതിയാണ്. പുവർ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യും. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന അവരുടെ രോഗങ്ങളൊക്കെ വരുമ്പോ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് പൈസയൊന്നും ഉണ്ടാവില്ല, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് മെഡിക്കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താ പറയാ സെറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൃത്യമായിട്ട് പേയ്മെന്റ് കളക്ഷൻ ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുമാണ് ക്ലെയിം കണ്ടന്റിൽ ഉണ്ടാകുക. ഓക്കെ, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓൾ ദ കണ്ടന്റ്സ് ഓഫ് ദ പേഷ്യന്റിന്റെ എല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടേഴ്സ് അവരവരുടെ ഓരോ ചെയ്ത് കൊടുക്കുന്ന കെയറിങ്ങിന് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. തീർച്ചയായിട്ടും അത് ക്ലെയിംസിലൂടെയൊക്കെയാണ് ചിലർ കൊടുക്കുക, ചിലർക്ക് ബൈ ക്യാഷ് ആയിട്ട്. അതെങ്ങനെയാണോ അത്, പക്ഷെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതല്ല ഇവിടെ വരുന്ന ക്ലെയിം കണ്ടന്റുകളാണ്. അവർ കൊടുക്കുന്ന സേവനത്തിന് അവർക്ക് ക്ലെയിം എന്തായാലും കിട്ടണം. സോ അത് ഹോസ്പിറ്റലിന് കിട്ടണമെങ്കിൽ പേഷ്യൻസിന്റെ മെഡിക്ലെയിം ഇൻഷുറൻസ് വഴിയൊക്കെയാണ് കിട്ടുന്നത്. അതൊക്കെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, ഓൾ ദീസ് തിങ്സ്, അതാണ് ഇതിനകത്ത് റെക്കോർഡഡ് ആയിട്ട് വരിക. മനസ്സിലായോ? ക്ലെയിം കണ്ടന്റ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഒന്നും പറയാനൊന്നുമില്ല. ക്ലെയിം കണ്ടന്റിനകത്ത് നമുക്ക് ഒരു സെന്റൻസ് മാർക്ക് ചെയ്യാനുള്ളത് ഇതുള്ളൂ. ദിസ് ഡിപ്പാർട്ട്മെന്റ്, അതാണ് ക്ലെയിം കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, ആ ഒരു സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. The department അവിടെ തുടങ്ങിയേ. The department is responsible for processing claims, an activity that includes verifying insurance coverage, billing third party payers, private insurance as they were received. അവിടെ വരെ അത്ര മതി ആവശ്യമുള്ളൂ.
ഓക്കെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ ഇതുപോലുള്ള ചില ചാർട്ടുകൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലായോ? സാമ്പിൾ EHR ഇൻഫർമേഷൻ സ്ക്രീൻ ആണ്. അതായത് പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ ചില ഫോർമാറ്റുകൾ കൊടുത്തേക്കുന്നത് സാമ്പിൾസ് ആണ്. അതായത് പേഷ്യന്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇവിടെ ഫോട്ടോ ഒക്കെ പതിച്ച് എന്താ പറയാ ഈ അവരുടെ അഡ്രസ്സ്, അവര് ഏത് സ്റ്റേറ്റിലുള്ളതാണ്, കൺട്രി, മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. വെറുതെ നമുക്കൊന്ന് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ കാണിച്ചേക്കണം. EHRന്റെ ഒരു സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ കൊടുത്തിരിക്കുന്നത് എന്താ, പ്രോബ്ലം ലിസ്റ്റ്. ഓക്കെ, പ്രോബ്ലം ലിസ്റ്റ് പേഷ്യന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രോഗം എന്താണെന്നൊക്കെ കാണിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് പ്രോബ്ലം ലിസ്റ്റിന്റെ. പിന്നെ കാണിച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രസ് നോട്ടാണ്. അതിന്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു എന്താ പറയാ ഓക്കെ, ആരാ ഇത് എവിടുന്ന് പ്രൊവൈഡ് ചെയ്തേക്കണേന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പിൾ EHR ലാബ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ഏതോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു ലാബ് റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് നമ്മളുടെ ഈ ഒരു നോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇത് ഇങ്ങനത്തെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അവരത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതെന്ന് നമ്മളിന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. നമുക്കിത് കാണാതെ ഒന്നും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ഈ ഫോർമാറ്റ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത് മാത്രം. നമ്മളും ഇതുപോലെയുള്ള പല റിപ്പോർട്ടുകളും നമ്മുടെ കയ്യിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് അല്ലെ, നമ്മൾ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ചില റിപ്പോർട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കൂടിയൊക്കെ തുറന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നീങ്ങിയൊക്കെ പോകും അല്ലെ. അത്ര ചില ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ചില ആളുകളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മാസത്തോളം 1.5 മാസത്തോളം ഒക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ചില റിപ്പോർട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പരിചയം ഉണ്ടാകും. കയ്യില് വന്ന് തുറവൊക്കെ അങ്ങനെ പോയി അവിടെ ഇരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഒരു നോട്ടുകൾ മാത്രം മതി. ഇങ്ങനെയൊക്കെയാണ് അവർ തയ്യാറാക്കുന്നത്. സമയം അടക്കം അതിന് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് അത് തയ്യാറാക്കുന്ന ആ ഡോക്യുമെന്റ്, അത് വരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആ ടൈമിംഗ് വരെയൊക്കെ അവിടെ എന്താ പറയാ വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രിന്റ് ചെയ്തൊന്ന് നോക്കിയാൽ മതി ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ. അല്ലാത്തതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സോ നമുക്ക് അടുത്തത് വെള്ളിയാഴ്ച കാണാം. ഫ്രൈഡേ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, so ma'am. much. Thank you, ma'am. Thank you.